നമസ്തേ, ഞാൻ ഡോക്ടർ സൂസൻ ജോസഫ്, കൺസൾട്ടൻറ്റ് ഗൈനക്കോളജിസ്റ്റ്. ഫാദറിൻ്റെ പ്രായം പ്രഗ്നൻസിക്കോ കുഞ്ഞിനോ പ്രോബ്ലം ഉണ്ടാക്കാറുണ്ടോ, അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടതുണ്ടോ എന്നുള്ളത് പലപ്പോഴും പ്രഗ്നൻസിക്ക് വേണ്ടി ആഗ്രഹിക്കുന്നവർ വന്ന് ചോദിക്കാറുണ്ട്. സാധാരണ അമ്മയുടെ ഏജ്, അതായത് ഡെലിവറി ആകുന്ന സമയത്ത് 35 വയസ്സോ അതിൽ കൂടുതലോ ആണെങ്കിൽ നമ്മൾ അഡ്വാൻസ്ഡ് മെറ്റേണൽ ഏജ് എന്ന് പറയും. അപ്പോൾ അതുപോലെ ഒരു അഡ്വാൻസ്ഡ് പെറ്റേണൽ ഏജ് ഉണ്ടോ, ഉണ്ടെങ്കിൽ എന്താണ് സിഗ്നിഫിക്കൻസ് എന്ന് നമുക്കിന്ന് നോക്കാം. ഈ അഡ്വാൻസ്ഡ് പെറ്റേണൽ ഏജിനെ കുറിച്ച് ഒരു സാർവത്രികമായി അംഗീകരിക്കപ്പെട്ട ഒരു ഡെഫിനേഷൻ ഇല്ല. പക്ഷേ ഏറ്റവും അധികം അക്സെപ്റ്റഡ് ആയിട്ട് കാണുന്നത് ഫാദറിൻ്റെ ഏജ് 40 വയസ്സോ അതിൽ കൂടുതലോ പ്രഗ്നൻസി ആവുന്ന ടൈമിലാണെങ്കിൽ നമ്മളതിന് അഡ്വാൻസ്ഡ് പെറ്റേണൽ ഏജ് എന്ന് പറയാം എന്നാണ് ഡെഫിനിഷൻ. അപ്പോൾ ഈ ഇതുകൊണ്ട് എന്താണ് പ്രോബ്ലം? നമ്മൾ അമ്മയുടെ ഏജ് കൂടുതലാണെങ്കിൽ പല സ്ക്രീനിങ്ങുകൾ, പല കോംപ്ലിക്കേഷൻസിനെ കുറിച്ചുള്ള അവെയർനെസ് ഒക്കെ നമ്മൾ കൊടുക്കാറുണ്ട്. അതുപോലെ ഈ പെറ്റേണൽ ഏജിന് ഒരു സ്ക്രീനിങ്ങും നമുക്ക് ഇപ്പോൾ അവൈലബിൾ അല്ല. ഡൗൺ സിൻഡ്രോം പോലെയുള്ള അന്യൂപ്ലോയിഡി എന്ന് പറയുമ്പോൾ അങ്ങനത്തെ ഒരു ക്രോമസോമൽ പ്രോബ്ലം ഫാദറിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് കാണുന്നില്ല. എന്നാൽ ചില ജനറ്റിക് പ്രോബ്ലംസ്, ഉദാഹരണത്തിന് അക്കോൺട്രോപ്ലേസിയ, ന്യൂറോഫൈബ്രമറ്റോസിസ്, ഡ്യൂഷനി മസ്കുലാർ ഡിസ്ട്രോഫി, ഹീമോഫീലിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഫാദറിൻ്റെ ഏജ് കൂടുന്നതുമായിട്ട് റിലേഷൻ കാണിക്കുന്നുണ്ട്. പ്രഗ്നൻസി ആവാനും ബുദ്ധിമുട്ട് ചിലർക്ക് വരാം. അതായത് സ്പേമിൻ്റെ ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും അതിൻ്റെ ആ സ്ട്രക്ചറിൻ്റെ ഡിഫക്റ്റും ഒക്കെ ഈ ഏജ് അഡ്വാൻസ് ചെയ്യുന്നതനുസരിച്ച് വ്യത്യാസം വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ചിലർക്ക് പ്രഗ്നൻസി ആകാൻ തന്നെ ചിലപ്പോൾ ബുദ്ധിമുട്ട് വരാം. പ്രഗ്നൻസിക്ക് ആകുന്നവരിൽ മിസ്കാരേജ് ആവാനുള്ള സാധ്യതയും കൂടാറുണ്ട്. അതുപോലെ ഫാദറിൻ്റെ ഏജ് കൂടുമ്പോൾ ചില മാനസിക രോഗത്തിൻ്റെ പ്രോബ്ലവും കൂടുന്നതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. 1958 മുതൽ ഈ ഷിസോഫ്രീനിയ എന്ന മാനസിക രോഗവും ഫാദറിൻ്റെ ഏജും തമ്മിലുള്ള റിലേഷനെക്കുറിച്ച് ഉള്ള സ്റ്റഡീസ് നടക്കുന്നുണ്ട്. അത് ഓരോ സ്റ്റഡിയിലും അതിൻ്റെ ആ ഇഫക്റ്റ് വളരെ കൂടുതലാണെന്ന് കാണിച്ചിട്ടുമുണ്ട്. പിന്നെ ഓട്ടിസം പോലുള്ള പ്രോബ്ലം, അതും ഫാദറിൻ്റെ ഏജ് കൂടുന്നതനുസരിച്ച് സാധ്യത കൂടുന്നുവെന്ന് കാണിക്കുന്നുണ്ട്. അതുപോലെ ചില ചൈൽഡ്ഹുഡ് ക്യാൻസേഴ്സ്, ബ്രെയിൻ ട്യൂമർ, ലിംഫോമ, ലുക്കീമിയ, കണ്ണിലുണ്ടാകുന്ന റെറ്റിനോബ്ലാസ്റ്റോമ, ബ്രെയിൻ ട്യൂമർ, ഇതൊക്കെ ഫാദറിൻ്റെ ഏജുമായിട്ട് കുഞ്ഞുങ്ങൾക്ക് വരാകുന്ന ഈ ക്യാൻസറുകൾക്ക് ഒരു റിലേഷനുണ്ട് എന്ന് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ കുഞ്ഞിന് വരാവുന്നത് പോലെ തന്നെ പ്രഗ്നൻസി ആയി കഴിയുമ്പോൾ അമ്മയ്ക്കും അവരുടെ പാർട്ട്ണറുടെ ഏജ് മോർ ദാൻ 45 ആണെങ്കിൽ ഈ അമ്മമാരിലും പ്രഷറിൻ്റെ സാധ്യത കൂടുതൽ, പ്ലാസൻ്റ വിട്ടുപോകുന്ന അബ്രപ്ഷൻ്റെ സാധ്യത കൂടുതൽ, കുഞ്ഞ് ഉള്ളി വെച്ച് തന്നെ മരിച്ചു പോകാൻ സാധ്യത, ഇവയും ഒക്കെ കൂടുതലാണെന്നും ചില സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ART പോലുള്ള മെത്തേഡ്സ് ഇന്നുണ്ട്. അതുകൊണ്ട് പ്രായം ഒരു പ്രശ്നമാണോ എന്ന് അന്വേഷിക്കുന്നവരുമുണ്ട്. നമ്മൾ കണ്ടിരിക്കുന്ന ചില സ്റ്റഡീസിൽ ഈ ART മെത്തേഡ്സ്, അതായത് IVF പോലുള്ള മെത്തേഡ്സ് സ്വീകരിക്കുന്നവരിൽ അമ്മയുടെ ഏജ് 35 വയസ്സിന് കൂടുതലുള്ളവരിൽ ഫാദറിൻ്റെ ഏജ് 40-ൽ താഴെയുള്ളവരുമായിട്ട് നോക്കുമ്പോൾ 40-ൽ കൂടുതലുള്ളവർക്ക് ഈ പ്രഗ്നൻസി ആവാനുള്ള സാധ്യത കുറവായിട്ടാണ് കാണുന്നത്. അപ്പോൾ ഈ ARTയുടെ ഫെയിലിയറിനും ഫാദറിൻ്റെ ഏജിന് ഒരു റോളുണ്ട്. അമ്മയുടേത് പോലെ അത്ര സിഗ്നിഫിക്കൻ്റ് അല്ല എങ്കിലും. അമേരിക്കൻ ഓർഗനൈസേഷൻ അങ്ങനെ ഒരു ഡെഫിനിറ്റ് സ്ക്രീനിങ്ങിൻ്റെയോ ഒരു ഡെഫിനിറ്റ് കട്ട് ഓഫോ എന്ന് പറയുന്നില്ല. എങ്കിലും മറ്റ് പല സ്റ്റഡീസും ഇത് കാണിക്കുന്നുണ്ട്. ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ പല സ്റ്റഡികളിലുമുണ്ട്. എങ്കിലും ഈ സ്റ്റഡീസിനെ കുറിച്ച് നിങ്ങളെ ഒന്ന് ബോധവൽക്കരിക്കണമെന്ന് മാത്രമേ ഇതിനകത്ത് ുള്ളൂ. ഇതിൽ മാറി വരുന്ന ജീവിത സാഹചര്യങ്ങളിൽ ലൈഫ് സെറ്റിലാകുവാൻ ആൺകുട്ടികളും പെൺകുട്ടികളും അവരുടെ വിവാഹപ്രായം മുന്നോട്ട് നീട്ടിവെക്കാറുണ്ട്. അതുപോലെ അവർക്ക് വിവാഹം നേരത്തെ ചെയ്താലും കഴിച്ചാലും അതിന് മക്കളുണ്ടാവേണ്ടത് കുറച്ചുകൂടെ കഴിഞ്ഞു മതി എന്നൊക്കെ തീരുമാനിക്കുന്നവരുണ്ട്. അപ്പോൾ വളരെ ഡിലേ ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ പെൺകുട്ടികളോട് അവരുടെ എഗ്ഗ് ഫ്രീസ് ചെയ്യാം, അല്ലെങ്കിൽ എംബ്രിയോ ഫ്രീസ് ചെയ്യാം എന്ന് പറയുന്നത് പോലെ തന്നെ സെമിനൽ ബാങ്കിങ് ഫെസിലിറ്റി വളരെ എല്ലായിടത്തും തന്നെ ഇന്ന് അവൈലബിൾ ആണ്. ആ ഒരു ചാൻസ്, ആ ഒരു സാഹചര്യം നിങ്ങൾക്ക് യൂട്ടിലൈസ് ചെയ്യാം. അതുപോലെ എംബ്രിയോയും ഫ്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ സെമൻ്റെ ക്വാളിറ്റിയൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാനും ആയിട്ടുള്ള ഒരു പ്രഗ്നൻസി ഉണ്ടാകുവാനും സാധിക്കും. അപ്പോൾ ഈ മെസ്സേജ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. നന്ദി, നമസ്കാരം.